നമ്മളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടിയിരുന്ന അച്ഛൻ മൺമറഞ്ഞു പോകാൻ കാരണക്കാരനാരാണെന്ന് അറിയോ നിനക്ക്? ആരാ ദേവേട്ടാ? നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാ. നമ്മുടെ വീട്ടിലുള്ളവരോ? ദേവേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അതെ വൈദേഹി, ശ്രാദ്ധം നടത്തിയ അന്ന് എന്റെ ദേഹത്തേക്ക് അച്ഛന്റെ ഷോള് വന്ന് വീണില്ലേ, അത് അച്ഛന്റെ സ്നേഹമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ആ ഷോൾ അവിടേക്ക് എത്തിയതിന്റെ കാരണം വേറെയായിരുന്നു വൈദേഹി. എന്താ ദേവേട്ടാ? അതിനു മുമ്പ് ഭഗവാന്റെ ആഭരണങ്ങൾ അച്ഛൻ തന്നെയായിരുന്നു അമ്പലത്തിലെ കിണറ്റിലിട്ടതും വൈദേഹി. നീ ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മൾ അച്ഛനെയും അമ്മായിയും തെരഞ്ഞോണ്ട് ആ അമ്പലത്തിന്റെ അടുത്തേക്ക് പോയത്. ആ സമയത്ത് നമ്മളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛനും അമ്മായി അതേ സമയം അവിടെ എത്തിയിരുന്നു. അച്ഛൻ ആ സ്വർണ്ണാഭരണങ്ങൾ കിണറ്റിലിട്ട ശേഷമായിരിക്കാം അച്ഛനെയും അമ്മായിയെ അവർ കൊന്നുകളഞ്ഞത്. ദേവേട്ടന്റെ അച്ഛനും എന്റെ അമ്മയും മരിച്ചതൊരു അപകടത്തിലായിരുന്നില്ലേ? അല്ല വൈദേഹി, അതൊരപകടമായിരുന്നില്ല, കൊലപാതകമായിരുന്നു. അത് അപകടമാണെന്ന് അവർ വരുത്തി തീർത്തതാണ്. ആരാ ദേവേട്ടാ? വരുണും സുഹാസിനിയും തന്നെ. അവര് അതിന് മടിക്കാത്തവര് തന്നെയാ. എന്നാലും അവര് തന്നെയാണെന്ന് ദേവേട്ടൻ എങ്ങനെ ഉറപ്പ് പറയുന്നേ? എനിക്ക് സംശയം തോന്നിയപ്പോ വരുണിന്റെയും സുഹാസിനിയുടെയും അച്ഛന്റെയും ഫോൺ നമ്പർ ഗൂഗിൾ ടേക്ക് ഔട്ട് ട്രാക്കിംഗ് ചെയ്യിപ്പിച്ചിരുന്നു. നോക്ക്. ദേവേട്ടാ, വൈദേഹി, കരയാതിരിക്കും വൈദേഹി. എനിക്കറിഞ്ഞിട്ടൊരു പ്രയോജനമില്ല, കരയണ്ട. അച്ഛനും അമ്മായിയും മരിച്ച സമയത്ത് വരുണിന്റെയും സുഹാസിനിയുടെയും അച്ഛന്റെയും നമ്പർ ഒരേ സ്ഥാനത്ത് തന്നെയായിരുന്നു. അതൊരു 5-10 മിനിറ്റ് മാത്രമായിരുന്നില്ല, 3-4 മണിക്കൂർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കിടയിൽ അന്ന് ആ സമയം മുഴുവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അച്ഛനന്ന് ആരും അറിയാതെ ആ ആഭരണങ്ങൾ കിണറ്റിൽ ഒളിപ്പിച്ചതാവണം. അതിനുശേഷമായിരിക്കും അവർ അച്ഛനെ കൊന്നുകളഞ്ഞത്. അപ്പോ ആ നീചൻ തന്നെയാണ് നമ്മുടെ അച്ഛനോടൊപ്പം എന്റെ അമ്മയെയും കൊന്നു കളഞ്ഞതല്ലേ? ഇനി അവരെ കൊന്നുകളയുന്നത് പോലും തെറ്റല്ല. ഇപ്പൊ തന്നെ അതങ്ങ് പോയി ചെയ്താലോ എന്ന് ആലോചിക്കേ ഞാൻ. നിക്ക് ദേവേട്ടാ, ഇനി എന്തിനു വേണ്ടി നീ എന്നെ തടയുന്നേ? എന്റെ അച്ഛനെയും അമ്മായിയെ അവര് കൊന്നുകളഞ്ഞത്. അത് ശരിയായിരിക്കാം. ദേവേട്ടനെക്കാളും എനിക്ക് അവരെ കൊന്നു കളയണമെന്നുണ്ട്. പക്ഷെ ഇന്ന് അച്ഛൻ വന്നിരിക്കുന്നത് ഇന്നത്തോടെ അവർക്കൊരു മരമാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഇനി മനസ്സ് മാറിയാലും ഇല്ലെങ്കിലും നമുക്കെന്താ? അച്ഛനെയും അമ്മായിയെയും കൊന്നുകളഞ്ഞവരെ ജീവനോട് വിടാൻ പാടില്ല. അപ്പോ വസുമതിയുടെ ജീവിതം എന്താവും ദേവേട്ടാ? നമ്മള് വസുമതിക്ക് വാക്ക് കൊടുത്തല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവര് ചെയ്ത പാപത്തിനു വേണ്ടി ഇപ്പോ നമ്മൾ അവളെയും ചേർത്താണ് ശിക്ഷിക്കാൻ പോകുന്നത്. പിന്നെ അവരെ അങ്ങനെ വിട്ടുകളയണമെന്നാണോ? വിടരുത് ദേവേട്ടാ. നമ്മള് വിട്ടാലും അച്ഛൻ വെറുതെ വിടില്ല. അവരിത്രയൊക്കെ ചെയ്തിട്ടും അച്ഛനൊന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ വരുണും സുഹാസിനിയുമാണ് അച്ഛനെ കൊന്നതെന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും അറിയിക്കില്ലായിരുന്നോ? എന്തുകൊണ്ടായിരിക്കും ഇതുവരെ അത് പുറത്തു പറയാത്തെ? അതിനർത്ഥം
അച്ഛൻ ആഗ്രഹിക്കുന്നതും അവരുടെ മനംമാറ്റാണെന്ന് മനസ്സിലായില്ലേ ദേവേട്ടന്? മറിച്ച് അവരുടെ മരണമല്ല. അതെ ദേവേട്ട, ഇനി അവരെ എന്ത് ചെയ്യണമെന്നുള്ളതും അച്ഛന് തന്നെ വിട്ടുകൊടുക്കാം. മനസ്സ് മാറി ജീവനോടെ വന്നാലും ഇനി ജീവൻ കളയാൻ തയ്യാറായാലും അത് അവരുടെ ഇഷ്ടോ. നമ്മളിനി എന്നും വസുമതിയുടെ ജീവിതത്തെ ഓർത്ത് അവരുടെ മനംമാറ്റാണ് ആഗ്രഹിക്കേണ്ടത്. ഞാനിങ്ങനെ ഇവിടെ എത്തിയേ? ഞാനിപ്പോ എവിടെയാ ഉള്ളേ? അല്ല, ഇത് ഏത് സ്ഥലമാ? അപ്പൊ വല്യച്ഛൻ, വല്യച്ഛ അപ്പൊ വല്യച്ഛനോട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വല്യച്ഛ, എന്നെ ഇവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് എന്നെ കൊല്ലാൻ നോക്കുവാ അല്ലേ? വല്യച്ഛ, വേണ്ട വല്യച്ഛ, എനിക്ക് ജീവിക്കണം വല്യച്ഛ, എന്നെ കൊല്ലല്ലേ, 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 എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ വല്യച്ഛ, എന്നെ. എവിടേക്കാടാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നേ? നന്നാവാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ വിട്ടേനെ. പക്ഷെ നശിപ്പിക്കാൻ നടക്കുന്നവനെ വിടില്ല. എടാ വരണേ, എന്തിനാടാ നീ മേലോട്ട് ഓടിക്കേറിപ്പോയെ? എന്താ നിനക്ക് പറ്റിയേ? ആഹാ, അപ്പൊ നീയും എത്തിയല്ലേ? വാ. വരണേ, ഇപ്പൊ തന്നെ പേടിച്ചരണ്ടിരിക്കുക. എന്താടാ നിന്റെ ശബ്ദം ഇങ്ങനെ? എന്തിനാ നീ മേലോട്ട് കേറി വന്നേ? അതോ, താഴെ നിന്നാ എല്ലാവരും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എനിക്കതൊന്നും കേട്ടോണ്ടിരിക്കാൻ താല്പര്യമില്ല. ശരിയാടാ, അത് സത്യം തന്നെയാ. അല്ലെങ്കിൽ തന്നെ നമ്മളെ സംശയ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും. സഹിക്കാൻ വലിയ പാടാ. ഈ ഒരു നേരം വീട്ടുകാരുടെ കണ്ണിലോ നിന്റെ വല്യച്ഛന്റെ കണ്ണിലോ പെടാതിരുന്നാ മാത്രം മതി. ആരും കാണില്ലമ്മേ. ഓർമ്മയുണ്ടോ, ഇന്നലെ രാത്രി ഇവിടെ വച്ചാ നമ്മളെല്ലാം പ്ലാൻ ചെയ്തത്? അതെങ്ങനെയാടാ മറക്കാൻ പറ്റുക? വൈദേഹിയെയും ദേവനെയും ബോധം കെടുത്തി കിടത്താം, മറ്റുള്ളവരെയൊക്കെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എല്ലാം കോളാക്കി കളഞ്ഞില്ലേടാ. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കി വേറെന്തൊക്കെയാ പറഞ്ഞേ? അത് ശരി, ഊർമിള നമ്മുടെ കൂടെ നിന്നിട്ട് ഭർത്താവിന് കാല് കിട്ടിയപ്പോ നമ്മുടെ കാല് വാരിയില്ലേ അവള്? അതുകൊണ്ട് അജയനെ വീണ്ടും ചക്രക്കസേരയിൽ ഇരുത്താന്നല്ലേ പ്ലാൻ ചെയ്ത്? അങ്ങനെ സംഭവിച്ച ഊർമിള വീണ്ടും നമ്മുടെ അടുത്ത് കാല് പിടിച്ചോണ്ട് വരുമെന്നും പറഞ്ഞില്ലേ? ഓ, അങ്ങനെയും പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു, പക്ഷെ പറഞ്ഞതൊന്നും നടന്നില്ല എന്ന് മാത്രം. അതിരിക്കട്ടെ, ഇന്നലെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നീ എന്തിനാ വീണ്ടും ചോദിക്കുന്നേ? ഒന്നുമില്ല സുഹാസിനി, വീൽ ചെയർ വിളിക്കുന്നുണ്ട്. എന്ത്? സുഹാസിനിയോ? അമ്മയെ പേര് വിളിക്കുന്നുണ്ട് അലവലാതി. തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ നിനക്ക്? പറഞ്ഞതനുസരിച്ചാ മതി. പേര് കൂട്ടിയല്ലാതെ പിന്നെ നിന്നെ എന്താ വിളിക്കണ്ടേ? അജയനെ വീണ്ടും വീൽ ചെയറിൽ ഇരുത്തുന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പോ അതേ വീൽ ചെയർ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. വരുണേ, എടാ വരുണേ, എങ്ങോട്ടാടാ പോകുന്നേ? വരുണേ, എടാ. വരുണേ, 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 വരുൺ, വരുണേ, എടാ, അയ്യോ വരുണേ, വരുൺ, എന്താടാ നീ കാണിച്ച്? വല്യച്ഛനാണോ നിന്നെ കൊണ്ടിത് ചെയ്യിച്ച്? എന്റെ മോന്റെ ശരീരത്തിൽ കേറി മേളിന്ന് താഴോട്ട് തള്ളിയിട്ടോ? അയ്യോ, എന്റെ മോനെ എനിക്ക് ഇല്ലാണ്ടാക്കി. വരുൺ, എടാ വരുണേ, എടാ വിനയാ, ദേവാ, പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. അവൻ പോയ ഭൂമിക്ക് കുറച്ച് ഭാരം കുറയും, പക്ഷെ പോവില്ല. ജീവച്ഛവമായിട്ടിരുന്ന് എന്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കണം. എന്റെ മോൻ വീൽ ചെയറിലിരുന്നപ്പോ
നീ എന്തൊക്കെയാടി പറഞ്ഞത്? ഇപ്പൊ നിന്റെ മോനും അതേ വിധി ഞാൻ തന്നിരിക്കുക. മരിക്കാനും കഴിയാതെ വീൽ ചെയറിലിരുന്ന് നരകയാതന അനുഭവിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവട്ടെ. വരും ചേട്ടാ, വരും ചേട്ടാ. അയ്യോ അയ്യോ വരും ചേട്ടാ. അയ്യോ എന്താ ഈ കാണിച്ചു കൂട്ടിയെ? ഇത് കണ്ടില്ല ചേട്ടാ, വരും ചേട്ടന് ഇപ്പൊ അജയേട്ടന്റെ പഴയ അവസ്ഥയില. ഒന്ന് വന്ന് നോക്കിക്കേ. അജയേട്ടന് കാല് മാത്രമേ പോയുള്ളൂ, ഇയാൾക്ക് എല്ലാം പോയെന്നാ തോന്നുന്നത്. അയ്യോ വരും ചേട്ടാ. പുറത്തേക്ക് ഓടാ. ചെറിയമ്മയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ വരും ചേട്ടനെ ഞാൻ തന്നെ നോക്കണ്ടേ? വരുണ്, എന്താടാ ഉണ്ടായേ? എങ്ങനെയാടാ നിനക്ക് ഇത്രയും പരിക്ക് പറ്റിയേ? എവിടെന്നെങ്കിലും വീണതാണോ? അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി ചതച്ചതാവും. എന്താടാ ഉണ്ടായത്? അയ്യോ, മാൻകുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടന്നിരുന്നതാ. എന്നിട്ടിപ്പോ കയ്യും കാലും അനക്കാൻ പറ്റാണ്ടാവാന്ന് വെച്ചാ ഇനി എങ്ങനെയാ വരണേട്ട് ജീവിക്കുക? അയ്യോ, ഒരാൾക്ക് കയ്യും കാലും ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എടി, അല്ലെങ്കിൽ തന്നെ നരകയാതന എവിടെ? അതിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു എണ്ണിപ്പറക്കല് കുത്തി നോവിക്കാതെ മിണ്ടാതെ പോകുന്നുണ്ടോ? അവൾ എന്ത് പറഞ്ഞിട്ടാ പാവം അവളെ വഴക്ക് പറയുന്നേ? ഭർത്താവിന് ഈ അവസ്ഥയിൽ കണ്ട ഏത് ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാകാതിരിക്കുക? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എങ്ങനെ ഈ അവസ്ഥയിലായതെന്ന് പറയടാ. എന്തു പറയാനാ എന്തുവമ്മേ? എന്തെങ്കിലും വേണ്ടാത്തത് ഒപ്പിച്ചിട്ടുണ്ടാവും. അത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടുണ്ടാവും. അതിന് ഞാൻ എന്ത് ചെയ്തു? വേണ്ടാത്തൊന്നും പറയണ്ട. നീ മിണ്ടരുത്. നിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈദേഹിയുടെയും ദേവന്റെ മുറിയിൽ ബലൂൺസ് കെട്ടി അത് പൊട്ടിച്ചവരെ ബോധം കെടുത്തി ഈ കുടുംബത്തിലുള്ള മറ്റെല്ലാവരെയും അപകടത്തിൽപ്പെടുത്താനുള്ള ശ്രമമല്ലായിരുന്നു? ഭാഗ്യം തുണച്ചതുകൊണ്ടാ അത് നേരത്തെ അറിയാൻ കഴിഞ്ഞതും ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടതും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് എന്ത് ചെയ്തേനെ? ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അനുഭവിക്കുന്നത് ഞങ്ങള്, വായിലിരിക്കുന്ന കേൾക്കുന്നത് ഞങ്ങള്. വേണ്ടത്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാ ഇങ്ങനെയൊക്കെ കേട്ടെന്നിരിക്കും. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണ്ടേ? ഈ പറയുന്നതൊക്കെ സത്യമാണോ സുഹാസിനി? ഇപ്പോഴും ഞങ്ങളെ അപകടപ്പെടുത്താൻ തന്നെയാ തീരുമാനം അല്ലേ? എന്നെങ്കിലും നിന്റെ മനസ്സിൽ നല്ലത് തോന്നൂ. ശരിക്കും നിനക്ക് എന്താ വേണ്ടേ? എന്തായിരുന്നടാ നീ ചെയ്യാൻ ഉദ്ദേശിച്ചത്? അജയേട്ടനെ വീണ്ടും വീൽ ചെയറിലിരുത്താനായിരുന്നു ഉദ്ദേശം. ആ പാപത്തിന്റെ ശിക്ഷയായിട്ടാ ദൈവം ഇങ്ങനെ ഒരു പണി കൊടുത്തത്. എന്താ? അജയനെ അപകടപ്പെടുത്താൻ നോക്കിയെന്നോ? അതെ അമ്മേ, അജയേട്ടനെ കാല് തല്ലിയൊടിച്ച് വീണ്ടും ചക്രക്കസേരയിൽ ഇരുത്താൻ നോക്കിയതിനാ ദൈവം ഇവനെ പിടിച്ചിരുത്തിയത്. ഇതിവന് തക്ക ശിക്ഷ തന്നെയാ. ദൈവം ചെയ്തതല്ല, ദശരഥ രാമവർമ്മ, ഇവന്മാരുടെ അച്ഛൻ. ഞങ്ങൾക്ക് ഒരിടത്ത് സ്വൈര്യം തരാതെ കൊല്ലാൻ നോക്കുക. എന്താ സുഹാസിനി പറയുന്നേ? ദാസനെന്തിനാ നിങ്ങളെ കൊലപ്പെടുത്താൻ നോക്കുന്നേ? ഈ കുടുംബം മുഴുവൻ സ്വരുമയോടും സന്തോഷത്തോടും കൂടെ കഴിയാൻ ആഗ്രഹിച്ചവൻ നിങ്ങൾ എന്തിനു കൊല്ലാൻ നോക്കണം സുഹാസിനി? കൊല്ലും എന്തുമ്മേ. ഈ കുടുംബത്തിലുള്ളവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആര് തന്നെയായാലും അച്ഛൻ അവരെ വെറുതെ വിടില്ല. അപ്പോ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇത്തരം ദുരുദ്ദേശങ്ങളായിരുന്നല്ലേ? ഇതിന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ നന്നാവില്ല. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് എന്നേ മനമാറ്റം ഉണ്ടായി. പിന്നെ മാറണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയ മരണം അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. ദേ ഇപ്പൊ തന്നെ എന്റെ മോൻ ജീവച്ചവൻ പോലെ ആയിരിക്കുക. ഇനിയെങ്കിലും ഞങ്ങളൊന്ന് വെറുതെ വിട്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം.
നിങ്ങളെ ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല ചെറിയമ്മേ. സ്വന്തം കുഴി സ്വയം തോണ്ടുന്നത് നിങ്ങളുടെ സ്വഭാവമാ. മാറണം മാറണമെന്ന് എത്ര പ്രാവശ്യം എല്ലാരും പറഞ്ഞതാ. എന്നിട്ടിപ്പൊ കിട്ടുന്ന ശിക്ഷയ്ക്ക് കരഞ്ഞിട്ടെന്ത് കാര്യം? ഇനിയെങ്കിലും മാറിയാ നിങ്ങക്ക് കൊള്ളാം. അവര് മാറില്ല എടുത്തി. എത്രയെത്ര അവസരങ്ങളെ കിട്ടിയത്. നന്നാവാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നേ സംഭവിച്ചാൽ. ശരിയാ, ഇവനോട് സംസാരിക്കുന്നത് പോലും വേസ്റ്റാ. എല്ലാരും വാ. ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കി വെക്കാതെ ബുദ്ധി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ നിന്റെ ജീവൻ എടുക്കാതെ എന്തിനാ എന്റെ അച്ഛൻ നിന്നെ ഇങ്ങനെ വിട്ടേന്നറിയോ? അവസാനമായിട്ടൊരു അവസരം കൂടി അച്ഛൻ തന്നിരിക്കുന്നേ. മനം മാറി ഒരു മനുഷ്യനായി ഒരു കുടുംബമായിട്ട് എല്ലാവരും ജീവിക്കണമെന്ന് അച്ഛന്റെ ആഗ്രഹം. ഇത് അവസാനത്തെ അവസരമാണ് വരുൺ. വീണ്ടും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഇപ്പൊ വിടുന്ന ഈ ശ്വാസവും അങ്ങ് തിരിച്ചു വലിക്കും. ഒരിക്കൽ കൂടി എന്തെങ്കിലും ഒപ്പിച്ചാ നിന്റെ വിധി എന്തായാലും പിന്നെ അതാർക്കും തടയാൻ കഴിയില്ല. ഓർമ്മയിരിക്കട്ടെ. ഇത്രയും പേര് നിങ്ങളെ വന്ന് ഉപദേശിച്ചിട്ട് പോയിട്ടും എന്തിനാ വീണ്ടും ഇങ്ങനെ? എന്ത് മല മറയ്ക്കാനാ? എടി, നീ മിണ്ടിപ്പോരുത്. അവരോടൊപ്പം ചേർന്ന് നീ ഞങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങിയോ? ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. വരുണേ, നിന്നെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടരുത്. ഇനി അടുത്ത പ്രഥമത്തിനല്ലേ നിന്റെ വെല്ലിച്ചിനി ശക്തി കിട്ടാൻ പോകുന്നേ. അതിനോടകം എല്ലാവരെയും കൊന്നു കുഴിച്ചു മൂടണം. ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല. ചന്ദ്രകയെ ഫോൺ ചെയ്യുന്നേ. ഹലോ ഹലോ വരുൺ, ഞാനാ സുഹാസിനിയെ സംസാരിക്കുന്നേ. സുഹാസിനി, എന്താ പറ്റിയേ? എന്താ ആരും ഒന്നും വിളിക്കാത്തെ? വരുൺ അവിടെ എന്താ ചെയ്യുന്നേ? എന്റെ കുഞ്ഞിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. അവനിപ്പോ വീൽ ചെയറില്ല. വരുൺ വീൽ ചെയറിലാണെന്നോ? എന്തു പറ്റി സുഹാസിനി? മരിച്ചുപോയ ദശരഥ രാമവർമ്മ അവനെ ഈ അവസ്ഥയിലാക്കിയതാ. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങള്. അടുത്ത പ്രഥമത്തിനല്ലാണ്ട് അയാൾക്കിനി ശക്തി കിട്ടില്ല. ഇതിനോടകം എന്റെ മോനെ ഈ അവസ്ഥയിലെത്തിച്ച ദശരഥ രാമവർമ്മയ്ക്ക് ഈ കുടുംബം മുഴുവനും ശവപ്പറമ്പാക്കി അത് സമ്മാനായിട്ട് കൊടുക്കണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഈ കുടുംബം ഇതോടെ നിലം പതിക്കണം ചന്ദ്രികെ. ഇനി ഈ കുടുംബത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ ആ വൈദേഹിയുടെ വയറ്റില് കുഞ്ഞിനെ തകർക്കണം. ശരിയാണ്, ആ കുഞ്ഞാണ് എല്ലാത്തിനും കാരണം. അങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നില്ലെങ്കിൽ എന്നേ നമുക്കവരെ തകർത്ത് തരിപ്പണാക്കാൻ പറ്റിയേനെ. നമ്മുടെ ഓരോ പ്ലാനും അവളോട് നേരത്തെ പറഞ്ഞ് ഈ അവസ്ഥയിൽ എത്തിച്ചതാ കുഞ്ഞ്. എങ്കിൽ ആദ്യം നീ എന്താ ചെയ്യേണ്ടതെന്നോ? അവിടുന്ന് ആദ്യം പുറത്തു കിടക്ക്. അവിടെ തന്നെ നിന്നാ ഇനി എന്ത് പ്ലാൻ ചെയ്താലും ആദ്യം ആ കുഞ്ഞിന് മനസ്സിലാവും. നീ അവിടുന്ന് വരാൻ നോക്ക്. ആയിക്കോട്ടെ ചന്ദ്രികെ, ഞാൻ വരുവാണ്. ഇവർക്ക് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള കുഴിയെടുക്കാനാ വരുന്നേ. എന്താ വൈദേഹി, അച്ഛനെ അമ്മേനൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ? മറ്റന്നാളല്ലേ വളയിടൽ ചടങ്ങ്? അത് ഞാൻ മറന്നിട്ടില്ല. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരും, അതല്ലേ ഉദ്ദേശിച്ചേ? ഏതൊരു പെൺകുട്ടിയായാലും അമ്മ വീട്ടിൽ നിന്ന് തരുന്ന ചെറിയ സമ്മാനം പോലും അവളെ ഒരുപാട് സന്തോഷിപ്പിക്കും. അതെന്റെ ഒരു വലിയ ആഗ്രഹം. വൈദേഹി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? നിന്റെ ഈ ആഗ്രഹം ഞാൻ നിറവേറ്റി തരും. അച്ഛനെ അമ്മേനെ ഇങ്ങോട്ട് വിളിക്കാം. പക്ഷെ ഇപ്പൊ അവരുടെ അവസ്ഥ അറിയാലോ. ഇതിനിടയ്ക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ടാ
ഈ ഫംഗ്ഷന്റെ കാര്യം ഞാൻ അവരോട് പറയാതിരുന്നത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വൈദേഹി, അവരുറപ്പായിട്ടും വരും. ഹലോ, പറഞ്ഞോളൂ. ആ, കൊടുത്തല്ലോ അല്ലേ? വൈദേഹിയുടെ അച്ഛനോട് ബോണസ് ആണെന്നല്ലേ പറഞ്ഞേ? ശരി, എന്നാ ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്താ ദേവേട്ടാ, അച്ഛന് എന്ത് ബോണസാ കൊടുത്തത്? നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞു ഒന്നിച്ചുള്ള ആദ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ ഇത്? നിന്നെ എടുത്തു വളർത്തി എന്നെ ഏൽപ്പിച്ച നിന്റെ അച്ഛനും അമ്മയും നിനക്ക് സമ്മാനം മേടിച്ചോണ്ട് വരണം. അത് കണ്ട് നീ സന്തോഷിക്കണം. അതിനുവേണ്ടിയാ അച്ഛന്റെ കയ്യിൽ ഞാൻ അതിനുള്ള എക്സ്ട്രാ ചെലവ് വരാതെ ബോണസ് എന്ന രൂപേണ കുറച്ചധികം പൈസ കൊടുത്തയച്ചത്. അച്ഛനാണല്ലോ ദേവേട്ട വിളിക്കുന്നേ. സംസാരിക്കും. ഹലോ അച്ഛാ. മോളെ വൈദേഹി, സുഖമായിട്ടിരിക്കുന്നു മോളെ? സുഖായിരിക്കുന്നു അച്ഛാ. അമ്മ എവിടെ? മാധവൻ എവിടെ പോയി? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അവൻ എപ്പോഴും നിന്നെ തിരക്കാറുണ്ട്. നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? സമയത്തിനൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ടച്ചാ. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? കൊട്ടാരം വീട്ടിലെ മരുമോക്ക് ഒരു കുറവും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അവിടെ നിന്നെ എല്ലാവരും കൂടി പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര നല്ലവണ്ണം നോക്കിയാലും എല്ലാ പെൺമക്കൾക്കും സ്വന്തം വീട്ടിലെ ആൾക്കാരെ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷം.